ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേയ്സ് ഓഫ് മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. ഇതിൽ 2 ദിവസത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫുൾ ഡേ ഇല്ല, ഒരു ഹാഫ് ഡേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. നല്ല ഫേസ് വാഷാണ് കേട്ടോ. എൻ്റെ ഫേസിന് ഭയങ്കര ഒരു ചേഞ്ച് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ UAE മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഈ ഒരു ബ്രാൻഡില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യും, എപ്പോഴും ചെയ്യാറില്ല, ഇടയ്ക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഫിഷിന് ഫുഡ് ഫീഡ് ചെയ്യും കേട്ടോ. ഇവർ ഫുഡ് കഴിക്കണത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരിക്കും അവർ ഫുഡ് കഴിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാൽ നാട്ടിലാവുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂട്ടാ. ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും ചീത്ത കിട്ടിയിരുന്ന ഫുഡ് കഴിക്കാനിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ക്രോസാൻറ്റോ കപ്പ് കേക്കോ ബ്രെഡോ ചീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കൂട്ടോ. പിന്നെ സൈഡ് ഡിഷായിട്ട് സോയാ ചങ്ക്സ് ഉണ്ടാക്കാൻ വിചാരിച്ച്. സോയാ ചങ്ക്സ് അല്ലെങ്കിൽ സോയാബീൻ രണ്ടും ഞങ്ങൾ നാട്ടിൽ പറയിട്ടാ. ഇതിൻ്റെ റെസിപ്പി പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഇതിൽ ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാൻ നേരത്തെ കുറച്ച് കോൺഫ്ലവർ പൗഡറും കൂടി ചേർക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ക്രിസ്പി ആവും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നല്ലതായിരുന്നു കേട്ടോ അത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാലാഡ് ഉണ്ടാക്കാൻ കേട്ടോ. സാലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് എല്ലാവരും നോർമലി ഉണ്ടാക്കുന്ന ഒരു സലാഡാണ് കേട്ടോ. എനിക്ക് ഈ സലാഡ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സലാഡിൽ എല്ലാ സലാഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഈച്ചൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈച്ച പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയുന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണേ. നമ്മൾ ഫുഡ് കഴിച്ചു. അന്ന് ഈവനിങ് നമ്മൾ ദുബായ് പോവാണ്. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ദുബായ് എത്താൻ നേരത്തെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1 ഹവറെങ്കിലും അവിടെ നിന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു അടിപൊളി സൺസെറ്റ് കണ്ടിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഞാൻ ചായ കുടിക്കാറില്ല പൊതുവേ. ബാക്കിയുള്ളവരൊക്കെ ചായ കുടിച്ചു. ഞാനൊരു ലൈമും അതേപോലെ തന്നെ പൊക്കവട ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എൻ്റെ മുടിയൊക്കെ ഒന്നാകെ പാറി കളിക്കുകയായിരുന്നു. ഇത് നമ്മളെ കോഫി വെൻഡിങ് മെഷീനാണ് കേട്ടോ. പിന്നെ ഇതാണ് ദുബായിൽ വന്ന ഫസ്റ്റത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇത് ഞാൻ വേറെ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിലാണ് ഗിഫ്റ്റ് ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആദ്യമായിട്ടുണ്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അപ്പം ആക്ച്വലി എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള കൊളീഗിൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. സത്യം പറയല്ലോ, ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വരെയായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, എനിക്ക് അവരറിയും കൂടില്ല. അങ്ങനത്തെ ഒരാളടുത്ത് നിന്ന് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. എനിക്കെൻ്റെ ഫാമിലീൻ്റെ സൈഡിനാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സൈഡിനാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ സൈഡിനാണെങ്കിലും കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അറിയാത്ത ആളടുത്ത് നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പെർഫ്യൂമും ഒരു ഹാൻഡ് ക്രീമുമാണ്. ഇത് ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നൈസായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഇത് വന്നിട്ടൊരു മെറ്റീരിയലാണ്. ഇത് ഇവിടുത്തെ അറബീസൊക്കെ അധികം മാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ ചുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം. പിന്നെ ഇതാണ് കേട്ടോ സെക്കൻഡ് ഗിഫ്റ്റ്. ഇതും ഒരു മെറ്റീരിയലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഷാളും കൂടി ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എത്ര വലിയ ഗിഫ്റ്റ് ആണെങ്കിലും ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഗ്രേറ്റ്ഫുള്ളാണ്.
അപ്പോൾ അവർ ഇന്ത്യൻസ് എല്ലാം തോന്നുന്നുണ്ട്, വേറെ ഏതോ കൺട്രീസാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.